അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വലാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബറാത്തിന്റെ പുണ്യ പകലിലാണ് പലരും നോമ്പുകാരാണ്. നോമ്പില്ലാത്ത സ്ത്രീകളുണ്ട്, അതുപോലെ രോഗികളുണ്ട്. നോമ്പുള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതോടൊപ്പം നോമ്പിന്റെ നിയ്യത്ത് മറന്നുപോയവർ, അതുപോലെ 4 നോമ്പിന്റെ പ്രതിഫലം കിട്ടാൻ നിയ്യത്ത് വെക്കേണ്ടതും എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നലെ ഇബാദത്തുകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ട് ധന്യമാക്കി ഒരുക്കേണ്ടത്. അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇന്നത്തെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇന്ന് പലരും പല കുടുംബ വീട്ടിലേക്ക് ബറാത്തിന്റെ ആഘോഷം, ബരാത്തുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഗീബത്തും നമീമത്തും പലതും പറഞ്ഞ് നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ കളവും പറഞ്ഞ് അങ്ങനെ ഒരു നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകരുത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നല്ല നിലക്ക് നിയ്യത്തോടുകൂടി നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പലതും നാം പല വീഡിയോസുകളും കണ്ടും, അതുപോലെ കണ്ണിന് കാണാൻ പാടില്ലാത്ത ഹറാമിയത്ത് കൊണ്ടും ഒരിക്കലും നോമ്പിനെ നഷ്ടപ്പെടുത്തി പോകരുത്. അപ്പോൾ 4 നോമ്പിന്റെയും പ്രതിഫലം കിട്ടാനുള്ള നിയ്യത്ത് ഇങ്ങനെയാണ്. ഈ വർഷത്തെ ബറാത്ത് സുന്നത്ത് നോമ്പും, ഷഅബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പും, അയ്യാമുൽ ബീദിലെ സുന്നത്ത് നോമ്പും, റമദാൻ മാസത്തിലെ ഖളായ ഫറളായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റിവിടുന്നു എന്ന് ഇങ്ങനെ നിയ്യത്ത് കരുതാവുന്നതാണ്. ഖളായ നോമ്പ് എന്ന് കരുതുമ്പോൾ ഖളാ ആയവർ മാത്രം കരുതിയാൽ മതി, ഇല്ലെങ്കിൽ 3 സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അപ്പൊ നിയ്യത്ത് മറന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഉച്ചവരെ നിയ്യത്തിന്റെ സമയമുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയമുള്ളവരെ, നോമ്പ് തുറ ഒക്കെ സന്തോഷത്തിലാക്കണം. നോമ്പ് തുറയുടെ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയം കൂടിയാണ്. ആ സമയത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു സമയം കളയാതെ നോമ്പ് തുറക്കാനുള്ള അവസ്ഥകൾ, നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള നോമ്പ് തുറയുടെ എല്ലാം ആദ്യം തന്നെ വേഗമുണ്ടാക്കി ആ ഒരു നോമ്പ് തുറക്കുന്ന ആ സമയം, ദുആക്ക് ഇജാബത്തുള്ള സമയം നന്നായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് വിശാലമായി നാം പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. നോമ്പ് നഷ്ടപ്പെടാതെ രീതിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കബൂലിയത്ത് കിട്ടുന്ന രീതിയിൽ തന്നെ നോമ്പ് പൂർത്തീകരിക്കുക. പിന്നെ ഇന്നലെ രാത്രി സൂറത്ത് ദുഹാനും സൂറത്ത് യാസീനും ഓതാൻ സാധിക്കാത്തവർ, ആശുപത്രിയിലുള്ളവർ, അതുപോലെ പല രീതിയിൽ സാധിക്കാത്തവർ, ഇന്ന് പകൽ സൗകര്യമാണെങ്കിൽ അത് ഓതി തീർക്കാവുന്നതാണ്. സൂറത്ത് യാസീൻ 3 അതുപോലെ ദുഹാനും ഓതി തീർക്കാവുന്നതാണ്. ഇന്നലെ രാത്രി നാം ചൊല്ലിയ ദിക്റുകളെല്ലാം ഇന്ന് പകലും ചൊല്ലാവുന്നതാണ്. ഇന്ന് പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുള്ള സമയത്തൊക്കെ പ്രധാനപ്പെട്ട ദുആകൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി പറഞ്ഞ ദുആ, അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി പറഞ്ഞ ദുആ, അതുപോലെ സർവ്വ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ദുആ, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ ധാരാളം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് ധാരാളം ചെയ്യുക. അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള, ഭാര്യ മക്കൾക്ക് വേണ്ടിയുള്ള റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഇത്തരത്തിലുള്ള ദുആ സർവ്വ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഈ ദുആ ധാരാളം ചൊല്ലുക. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും മതിയാവുന്നതാണ് ഇത് എന്ന് പഠിപ്പിച്ച ഈ തസ്ബീഹും നമുക്ക് ചൊല്ലാവുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, മുത്തായ റസൂൽ പറഞ്ഞ കലിമത്തുൻ ഇന്ദി, എൻ്റെ അടുക്കൽ ഒരു കലിമത്തുണ്ട്. ഈ കലിമത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. കാരണം ഈ ദിക്ർ കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ധാരാളം ഇത് പറയാ. അതുപോലെ റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി. അതുപോലെ ഇന്നലെ പറഞ്ഞ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇത് ധാരാളം പറയാൻ നമുക്ക്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതുപോലെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ സൂ അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നുള്ളതും നമുക്ക് ധാരാളം പറയാം. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതും ധാരാളമായി പറയാ. അതുപോലെ സ്വലാത്ത് ധാരാളം പറയാ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയുള്ള ദിക്ർ, അല്ലാഹുമ്മ ലക സുംതും അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്നതും, അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ നോമ്പ് തുറയിൽ നമ്മുടെ അയൽവാസികൾ, കുടുംബങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ നല്ലതാണ്. കാരണം അവർ നോറ്റ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുകയാണ്. ഇനി വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ്. റമദാന് വേണ്ടി നാം ഒരുങ്ങണം. നോമ്പ് തുറ കാരൊക്കെ ഈത്തപ്പഴം കൊണ്ട് അതുപോലെ വെള്ളം കൊണ്ടുള്ള സുന്നത്ത് പാലിക്കുക. അതുപോലെ നാം എണ്ണയിലിട്ടതും പലതും കഴിച്ച് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് സുന്നത്തുകളൊക്കെ നാം പാലിച്ചുകൊണ്ട് നോമ്പ് നോക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോട് ഇഖ്ലാസോടു കൂടി നാം ചെയ്യണം. അതായിരിക്കണം. സ്വഹാബത്തുൽ കിറാമിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊക്കെ അത്ഭുതമാകുന്നു. എന്തെങ്കിലും ദാനം ധർമ്മം കൊടുക്കുമ്പോഴൊക്കെ അവർ പാലിച്ച് ഇഖ്ലാസുകളൊക്കെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഹദിയ നൽകുക. അതിനൊക്കെ സാധ്യമല്ലെങ്കിൽ എന്തെങ്കിലും ഖുർആൻ ഓതിയോ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലി അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കുക റഹ്മാനെ. അവർക്കുള്ള ഖബർ നീ വിശാലമാക്കി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർ നമുക്ക് ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ടവരാണ്. ആഫിയത്തുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ നമ്മുടെ പൊന്നു മക്കൾക്ക് വേണ്ടി അവർക്ക് നല്ല ബുദ്ധിശക്തിയും അതുപോലെ നല്ല പഠനത്തിലേക്ക് നല്ല ഉയർച്ച കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോടും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല നിലയ്ക്ക് നിയത്ത് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയും നാം വിചാരിക്കാത്ത രീതിയിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയുന്ന ദിക്റുകൾ ധാരാളം. നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സുന്നത്ത് ഇരുന്ന് കൊണ്ടായിരിക്കണം തുറക്കുക. ഈ സുന്നത്തുകളൊക്കെ നാം പാലിച്ചു കൊണ്ടായിരിക്കണം. എന്നാൽ നമുക്ക് നാം അറിയാതെ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പകൽ സ്ത്രീകൾക്ക്, അതായത് ഹൈദുള്ള സ്ത്രീകൾക്ക്, ചിലപ്പോൾ നോമ്പ് നോക്കാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. എന്നാൽ അവർക്ക് ഈ ദിക്റുകളെല്ലാം ഇന്ന് ചൊല്ലാവുന്നതാണ്. അതിനൊക്കെ നല്ല പ്രതിഫലം കിട്ടും. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതുപോലെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. ഇതൊക്കെ 70 തവണ പറയണമെന്നും മഹാന്മാർ പറയുന്നു. 70 തവണമെങ്കിലും പറയണം. കൂടുതൽ പറഞ്ഞാൽ അത്രയും കൂടുതൽ പ്രതിഫലം കിട്ടും. ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെയും ഇസ്തിഗ്ഫാറും അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊക്കെ ധാരാളം നമ്മുടെ സഹോദരിമാർക്ക് പറയാവുന്നതാണ്. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മറ്റു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ധാരാളം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം കിട്ടാൻ വേണ്ടി ഇന്നലെ സൂറത്ത് യാസീൻ ഓതിയവരുണ്ട്. അവർ സാധിക്കാത്തവർ ഇന്ന് ഓതാം. അതുപോലെ റിസ്കിന് വേണ്ടി യാസീൻ ഓതിയവരുണ്ട്. അവർക്ക് ഓതാൻ സാധിക്കാത്തവർക്ക് ഇന്ന് ഓതാം. അതുപോലെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിന് വേണ്ടി, ഇബാദത്തിനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസിന് വേണ്ടി യാസീൻ ഓതിയവരുണ്ട്. ഓതാത്തവർക്ക് ഇന്നും ഓതാവുന്നതാണ്. ഇത്രത്തോളം നിയത്ത് വെച്ച് ഓതാ. അള്ളാഹു നമ്മിൽ നിന്ന് വലിയ അവന്റെ നാളെ പരലോകത്ത്, കാരണം ഇന്നത്തെ ദിവസം ഈ നോമ്പ് നോറ്റുകൊണ്ട് നാം ഇബാദത്തിലായി കഴിയുകയാണെങ്കിൽ നമുക്ക് എണ്ണമില്ലാത്തത്ര പ്രതിഫലവും ലാഭവും കിട്ടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.